ഹലോ, വെൽക്കം ടു BEGC 109 റൊമാൻറ്റിക് ലിറ്ററേച്ചർ. അപ്പം നമ്മൾ റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ 4th ബ്ലോക്കിൽ മേരി ഷെല്ലിയുടെ ഫ്രാങ്ക്സ്റ്റീൻ ഓൾറെഡി അപ്ലോഡഡ് ആണ് കേട്ടോ. പക്ഷേ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, മേരി ഷെല്ലിയുടെ ഓൺ സ്റ്റോറി, മേരി ഷെല്ലി എഴുതിയ സ്റ്റോറിയാണ് ഫ്രാങ്ക്സ്റ്റീൻ. അപ്പോൾ ഓൺ സ്റ്റോറിയും മേരി ഷെല്ലിയുടെ എഴുതിയ സ്റ്റോറിയായ ഫ്രാങ്ക്സ്റ്റീനും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്, അവരുടെ ഓൺ സ്റ്റോറി എങ്ങനെയാണ് ഫ്രാങ്ക്സ്റ്റീൻ എഴുതാൻ സപ്പോർട്ട് ചെയ്യുന്നത്, അതേപോലെ മേരി ഷെല്ലി എങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ജീവിതം കഴിഞ്ഞു പോയത്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ മേരി ഷെല്ലിയുടെ സ്റ്റോറി ആക്ച്വലി ഫ്രാങ്ക്സ്റ്റീനേക്കാളും പിന്നെ ടേൺസ് ആൻഡ് ട്വിസ്റ്റ് നിറഞ്ഞ ഒരു ഭയങ്കര വിഷമം തോന്നുന്നൊരു സ്റ്റോറിയാണ് കേട്ടോ. കാരണം അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നമ്മുടെ ഷെല്ലിയുടെ PB ഷെല്ലിയുടെ ഒരുപാട്, അതായത് പെഴ്സി ബിഷി ഷെല്ലിയുടെ നമ്മുടെ ഓട്ട് വെസ്റ്റ് വിൻഡ് ആണെങ്കിലും സ്കൈലാർക്ക് ആണെങ്കിലും നമ്മൾ പഠിച്ചു 3rd ബ്ലോക്കിൽ. ആ PB ഷെല്ലി തന്നെയാണ് ഇതിലുള്ള ഈ മേരി ഷെല്ലിയുടെ ഹസ്ബൻഡ് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായല്ലോ ആക്ച്വലി. പിന്നെ അപ്പം നമുക്ക് മേരി ഷെല്ലിയുടെ റിയൽ സ്റ്റോറി എന്താണെന്ന് നോക്കാം. വളരെ എന്താണ് സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് അത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബുക്കിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേരി ഷെല്ലി 1797 to 1851 അവരുടെ ലൈഫ് സ്പാൻ വരുന്നത്. അതായത് ഒരു 54 ഇയേഴ്സാണ് അവരുടെ ലൈഫ് സ്പാന്. ലണ്ടനിൽ അവർ വില്യം ഗോഡ്വിലും അതേപോലെ അമ്മയായ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, അതാണ് അമ്മയുടെ പേര്, മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് ഷെല്ലിയാണ് ഫുൾ നെയിം. അപ്പോൾ വോൾസ്റ്റോൺക്രാഫ്റ്റിനും വില്യം ഗോഡ്വിനും വേണ്ടി അവർക്ക് ഒരു മകളായിട്ടാണ് മേരി ഷെല്ലി ജനിക്കുന്നത്. അപ്പോൾ ഈ ജനിക്കുന്ന സമയത്ത് വോൾസ്റ്റോൺക്രാഫ്റ്റിന് ഓൾറെഡി ഒരു മോളുണ്ടായിരുന്നു, ഫാനി എന്ന് പറഞ്ഞിട്ട്. അവരുണ്ടായിക്കൊണ്ട് തന്നെയാണ് ഈ ഗോഡ്വിൻ കല്യാണം കഴിക്കുന്നത് കേട്ടോ വോൾസ്റ്റോൺക്രാഫ്റ്റിനെ. അവരൊരു ഫേമസ് ആയിട്ടുള്ള അന്നത്തെ ഒരു ഫെമിനിസ്റ്റാണ് ആ കാലഘട്ടത്തിലെ. അവരെഴുതിയൊരു സ്റ്റോറിയുടെ പേര് ഇതിൽ അതേപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ. വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൻ. അതിൽ പറയുന്ന പോലെ തന്നെ വുമണിൻ്റെ അവകാശത്തെക്കുറിച്ചും വുമൺ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റിനെ കുറിച്ചും പിന്നെ വോയിസ്, സമൂഹത്തിൽ ഒരു ജെൻഡർ ഡിസ്പാരിറ്റിക്കെതിരെ വോയിസ് ഉയർത്തുന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ് നമ്മുടെ പിന്നെ വോൾസ്റ്റോൺക്രാഫ്റ്റ് പറയുന്നത് കേട്ടോ. എനിക്ക് ആ പേര് കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ. അപ്പോൾ വോൾസ്റ്റോൺക്രാഫ്റ്റ് പിന്നെ വളരെ നല്ല എംപവേർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മകളായതുകൊണ്ട് തന്നെ മേരി വളരെ പ്രൗഡായിരുന്നു പിൽക്കാലത്ത് അമ്മയുടെ വലിപ്പം മനസ്സിലായപ്പോൾ. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മേരിയെ പ്രസവിച്ച് 10 ദിവസം കഴിഞ്ഞേക്ക് തന്നെ അമ്മ മരിച്ചു. അങ്ങനെ അതായത് എന്താണ് പ്രസവശേഷം ഉണ്ടാകുന്ന ഒരു പനി വന്നിട്ട് പ്യൂർപിറൽ ഫീവർ എന്നുള്ള ഒരു പോസ്റ്റ്പാർട്ടം ഇൻഫെക്ഷൻ വന്നിട്ട് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ മരണത്തിന് ശേഷം അന്ന് മുതൽ തന്നെ അപ്പോൾ അവരുടെ മിസറീസ് തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ മേരി ഷെല്ലിയുടെ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്നാലും ഫാനി എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്റ്റെപ്പ് സിസ്റ്ററാണ്. അതായത് അമ്മയുടെ നേരത്തെ ഉള്ള വിവാഹബന്ധത്തിലുണ്ടായിരുന്ന മോളാണ്. അപ്പോൾ ആ മോളെയും പിന്നെ മേരിയെയും നല്ല രീതി തന്നെയാണ് ഗോഡ്വിൻ വളർത്തിയത്. എന്നിട്ട് പക്ഷെ ഒരുപാട് കടങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ വന്നതിന് ശേഷം പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കുട്ടിക്കാലം വളരെ ഹാപ്പി ആയിരുന്നു. അച്ഛൻ അമ്മയില്ലാത്ത കുറവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വളർത്തിയത്. പക്ഷെ ഒരുപാട് കടങ്ങൾ വന്നു. ഈ 2 മക്കളെ വളർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഗോഡ്വിൻ വരികയും അവസാനം വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ജെയിൻ എന്ന് പറഞ്ഞ സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നത്. ജെയിൻ കല്യാണം കഴിച്ച് വരുമ്പോൾ തന്നെ പിന്നെ ജെയിൻ ഒരു ഗോപക്കാരി ആയതുകൊണ്ട് തന്നെ ഗോഡ്വിൻ്റെ മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ പിന്നെ ജെയിനെ കല്യാണം കഴിക്കുന്നതിന് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോൾ തന്നെ ജെയിന് ഓൾറെഡി 2 മക്കളുണ്ട്. അവരുടെ പേരാണ് ചാൾസ് ആൻഡ് ക്ലെയർ. ചാൾസും ക്ലെയറും. ഈ ക്ലെയർ പിന്നീടുള്ള സ്റ്റോറീസിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ചാൾസിനും ക്ലെയറിനുമാണ് ഫുൾ അറ്റൻഷൻ കൊടുത്തത്.
അപ്പോൾ അതോടുകൂടി മേരി അവിടെ വെറും ഒരു ഹൗസ് മെയ്ഡ് എന്ന ലെവലിലേക്ക് മാറി. അപ്പോൾ എഡ്യൂക്കേഷൻ കിട്ടാതെയായി. ചാൾസും ക്ലെയറും നന്നായിട്ട് എഡ്യൂക്കേഷൻ നേടി, പക്ഷെ മേരി വീട്ടിൽ തന്നെ ഇരിക്കുകയായി. ഏതുവരെ എന്നറിയോ? ഒരു ടീനേജിൻ്റെ പകുതി വരെയും മേരിക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എഡ്യൂക്കേഷനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ പിന്നെ ഗോഡ്വിന് തൻ്റെ മകള് ഗോഡ്വിൻ നന്നായിട്ട് പോയിന്റ്സ് എഴുതുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകള് തന്നെ പോലെ തന്നെ നല്ല എഴുത്തുകാരിയാവണം, അവളുടെ അമ്മയൊക്കെ പോലെ തന്നെ നല്ല എഴുത്തുകാരിയും ഒക്കെ ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ മകൾക്ക് ഒരുപാട് ബുക്സൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള വിദ്യാഭ്യാസം നൽകി. അങ്ങനെ സ്വയം എഴുത്തും വായനയും ഒക്കെ പഠിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ മേരി ഷെല്ലി എന്ന് പറയുന്നത്. അങ്ങനെ യങ് ഏജിൽ ഫോമൽ എഡ്യൂക്കേഷനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഫിലോസഫി, അതേപോലെ മേരി മദറിൻ്റെ വർക്കൊക്കെ ഒരുപാട് വായിച്ചു. അമ്മ എന്താ പറയുക, കണ്ട ഓർമ്മ പോലും ഇല്ല. അവൾ ജനിച്ച് 10 ദിവസം കഴിഞ്ഞേക്ക് തന്നെ മരിച്ചതുകൊണ്ട് തന്നെ പിന്നീട് വലുതായി വരുമ്പോഴാണ് അമ്മയുടെ വലിപ്പം മനസ്സിലാവുന്നത് കേട്ടോ. പിന്നെ അമ്മയെ പിന്നെ കുഴിച്ചിട്ട സ്ഥലം അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ പോയിങ്ങാണ്ടാണ് മേരി എപ്പോഴും കഥകളും കവിതകളൊക്കെ പിൽക്കാലത്ത് പിന്നെ എഴുതുന്നതൊക്കെ. പിന്നെ അങ്ങനെ അമ്മയുടെ വർക്ക്സൊക്കെ അവളെ വളരെയധികം ഇൻസ്പയർ ചെയ്തു. അങ്ങനെ പൊളിറ്റിക്കൽ ജസ്റ്റിസ്, Mary's father was a writer of a famous work on political justice. She read his novels too. All this inspired Mary Shelley to become a great novelist or a writer like her mother. She used her father's library extensively to learn and study all the time. അതാണ് ഫാദറിൻ്റെ ആ ഒരു ലൈബ്രറി ഉപയോഗിച്ചാണ് പിന്നീട് അവൾ പഠിച്ചത്. അങ്ങനെ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നീട് അവിടെ വന്നൊരു സംഭവം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ ലൈബ്രറിയാണ് അവൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനം, എന്തിനും ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമായി മാറിയത്. അങ്ങനെ അവൾ പഠിക്കുക, വായിക്കുക, പിന്നെ ഒരുപാട് ചിന്തിക്കുക, സ്വന്തമായി എഴുതാനുള്ള ഒരു രീതിയിലേക്ക് ചിന്തിക്കുക, അതൊക്കെ പിന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. അത് മാത്രമാണ് ലൈഫിലൊരു സമാധാനപൂർണമായ ഒരു നിമിഷങ്ങൾ അവൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ അവൾ പക്ഷെ അവളുടെ മേരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരവസരം അവർ ലൈഫിൽ പാഴാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ആ സ്റ്റെപ്പ് മദർ നിരന്തരമായി അവരെ ടോർച്ചർ ചെയ്തപ്പോഴും അവർക്ക് അക്ഷരം വായിക്കാൻ പറ്റുന്ന ഓരോ നിമിഷവും അവരത് വായിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഗോഡ്വിൻസ് ഹൗസ് ഹോൾഡ് ഹാഡ് മെനി ഡിസ്റ്റിങ്വിഷ്ഡ് ഗസ്റ്റ്. അങ്ങനെ മേരിയുടെ ടീനേജിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗസ്റ്റുകൾ വന്നിരുന്നു വീട്ടിലേക്ക്. അതായത് ഫാദറും അതേപോലെ മരിച്ചുപോയ മദറൊക്കെ അങ്ങനെ വലിയ ലിറ്റററി ബാക്ക്ഗ്രൗണ്ടിലെ ആൾക്കാരായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ഒരുപാട് ഗസ്റ്റുകൾ വന്നു. അങ്ങനെ ST കോളേജൊക്കെ വന്നു. അങ്ങനെ റൊമാൻറ്റിക് പോയറ്റായ ഗ്രേറ്റ് പോയറ്റ് വില്യം വേർഡ്സ്വർത്ത് വന്നു. കാരണം നമുക്കറിയാം ഈ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത് തന്നെ 1798 to 1832 ആണ്. അപ്പോൾ അത്രയും ചെറിയൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അന്നുണ്ടായിരുന്ന, അപ്പോൾ നമ്മൾ ഈ ബുക്കിൽ തന്നെ എഴുതിയിട്ടുള്ള ആൾക്കാരെയൊക്കെ അന്ന് മേരി ഷെല്ലി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരേ സമയത്ത് ജനിച്ച് ജീവിച്ച് അങ്ങനെ കടന്നുപോയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെ പിന്നെ എല്ലാവരും പരസ്പരം അറിയാമായിരുന്നു. അപ്പോൾ മേരി റോട്ട് ഹെർ ഫസ്റ്റ് പോയം ഇൻ 1808. 1808 ഫസ്റ്റ് പോയം എഴുതിട്ടോ മേരി. 1808 തന്നെ ഫസ്റ്റ് പോയം എഴുതി. അപ്പോൾ എത്ര വയസ്സേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. 8ഉം 3ഉം 11 വയസ്സിലാണ്. 11 വയസ്സിൽ എഴുതി. വെൻ ഷി വാസ് ജസ്റ്റ് 11 years old. അങ്ങനെ ഓരോന്ന് എഴുതുമ്പോഴും അവളുടെ ഫാദർ ഭയങ്കരമായിട്ട് അവളെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. കാരണം അവളെ നല്ല റൈറ്റർ ആക്കുക എന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പോൾ അവരെപ്പോഴും പറയുമായിരുന്നു, യുവർ ഡിസയർ ഓഫ് നോളജ് ഈസ് അപ്രീഷിയബിൾ ആൻഡ് യുവർ പ്രിസർവറൻസ് ഓൺ തിങ്സ് വാട്ട് എവർ യു ആർ ഡൂയിങ് വിൽ മേക്ക് യു ഇൻവിൻസിബിൾ എന്നാണ് പറഞ്ഞത്. അതായത് നിൻ്റെ ആ ഒരു അറിയുവാനുള്ള ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതല്ലേ, ഓരോ നിമിഷവും പഠിക്കുവാനുള്ള ആഗ്രഹം അപ്രീഷ്യബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു സ്ഥിരോത്സാഹം ഉണ്ടായിരുന്നു എന്ത് കാര്യം ചെയ്യുവാനും.
അത് അങ്ങേ അറ്റം വരെ എത്തിക്കാനുള്ള ആ ഒരു പിന്നെ സ്ഥിരോത്സാഹം അതൊക്കെ വളരെ അഭിനന്ദനീയമാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ മേരി കുറച്ച് ഹൊറർ സ്റ്റോറീസൊക്കെ എഴുതാൻ തുടങ്ങിയ മേരിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ അവളുടെ ഫാദറിന് അവൾ ഹൊറർ സ്റ്റോറീസ് എഴുതുന്നതിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശരിക്കും ഫാദർ ഹൊറർ സ്റ്റോറീസൊക്കെ എഴുതുന്നുണ്ടായിരുന്നു, പക്ഷേ ഫാദറിന് അവൾ ഹൊറർ സ്റ്റോറീസ് എഴുതുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ടാണ് താനത് എഴുതുന്നത് അച്ഛൻ ഇഷ്ടപ്പെടാത്തതെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അങ്ങനെ ഒരു ദിവസം അവർ പിന്നെ അവളുടെ ആ ഒരു ലൈബ്രറിയിൽ നിന്ന് ആ വീട്ടിൽ തന്നെയുള്ള ലൈബ്രറിയിൽ നിന്ന് പിന്നെ അച്ഛൻ്റെ ഒരു ഗോത്തിക് ജനറൽ, അച്ഛൻ്റെ അല്ല അവിടെ ആ ലൈബ്രറിയിലുള്ള ഒരു ഗോത്തിക് ജനറൽ നോവൽ അവൾ വായിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ അച്ഛൻ വന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഒരു പൊളിറ്റിക്കൽ ജോണറിലെ പിന്നെ നോവൽ വെച്ചിട്ട് അത് റീപ്ലേസ് ചെയ്യാണ് ചെയ്തത്. അത് കണ്ടപ്പോൾ അച്ഛൻ വളരെ ഹാപ്പിയായി. ഓക്കെ, നീ ഇങ്ങനെയുള്ള സ്റ്റോറികളാണ് വായിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാണ്ട് പോയി. പിന്നെ അതേപോലെ അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ടല്ലോ, ഫാനി അല്ലാത്ത പിന്നെ ഇതിലുള്ള ഈ ജെയിനിലുള്ള സ്റ്റെപ്പ് സിസ്റ്റേഴ്സിൽ ക്ലെയർ, ഞാൻ പറഞ്ഞ നേരത്തെ ക്ലെയർ പിന്നെ ഭയങ്കര കമ്പനിയാണ് മേരിൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലെയറിന് അറിയാം എങ്ങനെയാണ് തൻ്റെ മദറിന് മേരിയോടുള്ള ആറ്റിറ്റ്യൂഡ് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ മേരിയെ പലപ്പോഴും പല പിന്നെ ഇൻസിഡൻറ്റുകളിൽ നിന്ന് രക്ഷിക്കുന്നത് ക്ലെയറിയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ലൈബ്രറിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ബുക്സ് എപ്പോഴും വായിക്കുന്നതും അതേപോലെ അവൾക്ക് എഴുതാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നതൊന്നും സ്റ്റെപ്പ് മദറിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വായിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് മദർ പെട്ടെന്ന് വരികയും ആ ബുക്ക് അവളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിയും വലി ഉണ്ടായി. അങ്ങനെ അതിൻ്റെ ഒടുവിൽ ഈ സ്റ്റെപ്പ് മദർ വീണ് താഴത്തേക്ക്. അപ്പോൾ ഓടി വന്നങ്ങാണ്ട് ഗോഡ്വിന് സ്റ്റെപ്പ് മദറിനെ എടുത്ത് പൊന്നിച്ചിട്ട് അപ്പോൾ പറഞ്ഞു, ഇനി ഇവളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇവൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് സ്റ്റെപ്പ് മദർ പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ ഗോഡ്വിൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഫ്രണ്ടായിട്ടുള്ള മിസ്റ്റർ ബാക്സ്റ്ററിനെ, പിന്നെ സ്കോട്ട്ലാൻഡിലുള്ള ആ ഫ്രണ്ടിൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് പോകുന്ന സമയത്ത് മേരി ഫെൽറ്റ് റിയലി മിസറി, കാരണം അവിടെ ഇവിടുന്ന് മാറി നിന്നിട്ടില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇസബൽ എന്ന് പറഞ്ഞ ബാക്സ്റ്ററിൻ്റെ മകളും മേരിയും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി സ്കോട്ട്ലാൻഡിൽ. അതേപോലെ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മേരിക്ക്. പിന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതേപോലെ സ്വയം പഠിക്കാനും എഴുതാനും ഒക്കെ പറ്റിയ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതായത് അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് നൈറ്റും അതേപോലെ ഒരുപാട് റൈറ്റേഴ്സ് വന്നുകൊണ്ട് പരിപാടികൾ ഉണ്ടാക്കുന്ന ഒരു പിന്നെ പാർട്ടികളൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് പെഴ്സി ബിഷി ഷെല്ലിനെ കല്യാണം കഴിക്കുന്നത്. പെഴ്സി ബിഷി ഷെല്ലി ആദ്യം വരുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ മേരിക്ക് ഇഷ്ടപ്പെടുകയും അപ്പോൾ ഇസബൽ പറഞ്ഞു കൊടുക്കണം, അതാണ് പെഴ്സി ബിഷി ഷെല്ലി, പിന്നെ യങ് ആയിട്ടുള്ള റൊമാൻറ്റിക് റൈറ്ററാണ്, അതേപോലെ വളരെ റാഡിക്കലുള്ള റൈറ്ററാണ്, അതേപോലെ എത്തീസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ലിബറലിസത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ 1792 നമ്മുടെ പെഴ്സി ബിഷി ഷെല്ലി ജനിക്കുന്നത് കേട്ടോ. അങ്ങനെ അതേപോലെ തന്നെ അദ്ദേഹം 30 വയസ്സാകുമ്പോഴത്തേന് മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ മേരിയും അവരും കാണുന്ന സമയത്ത് മേരിക്ക് 16 വയസ്സും പെഴ്സി ബിഷി ഷെല്ലിക്ക് 21 വയസ്സുമാണ്. പക്ഷേ അവർ തമ്മിൽ കാണുമ്പോഴുണ്ടാകുന്ന അവരുടെ ആ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നില്ല. പിന്നെ അവർക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ അവർ സംസാരിക്കുന്ന സമയത്ത് പെഴ്സി ബിഷി ഷെല്ലി ഒരു കാര്യം അത് വ്യക്തമായി മറച്ചു വെക്കുന്നുണ്ട്. അയാൾ നേരത്തെ ഒരു കല്യാണം കഴിച്ചതിലൊരു കുട്ടി ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ആ കുട്ടിക്ക് അയാൾ ചെലവിന് കൊടുക്കുന്നുണ്ടെന്നല്ലാതെ ഒരു വർഷമായിട്ട് ആ ബന്ധം ഇപ്പം അയാൾക്കില്ല. അതുകൊണ്ട് തന്നെ അയാളത് പറയുന്നില്ല. മേരിക്ക് ലണ്ടനിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ലെറ്റർ വരികയാണ്. അതായത് ക്ലെയറിന്
അവളെ കാണണമെന്നും പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് രോഗം ഉണ്ട്, അതുകൊണ്ട് കാണണം, ചേച്ചിയെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വരികയും പിന്നീട് ആ എങ്ങനെയാണ് ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ അത്രയും അവർ വേദനിച്ച് പോകുന്നത്, അതേ വേദനയോടുകൂടി തന്നെ തിരിച്ച് ലണ്ടനിലോട്ട് പോവുകയാണ്. അതായത് സ്കോട്ട്ലാൻഡ് ഉപേക്ഷിച്ച് ലണ്ടനിലോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ പോയ സമയത്ത് ക്ലയർ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവർ പ്രിറ്റൻഡ് ചെയ്യായിരുന്നു, ശരിക്കും രോഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മേരിയെ മിസ് ചെയ്തത് കൊണ്ട് പ്രിറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവാണ്. പക്ഷെ മേരിക്ക് മനസ്സിലായി അവൾ ചെന്നപ്പോഴേക്കും അവളെ ഒരു ഹൗസ് മെയ്ഡിൻ്റെ ലെവലിലേക്ക് സ്റ്റെപ്പ് മദർ വീണ്ടും ആക്കി. അപ്പോൾ മേരി തിരിച്ചറിയാണ് വീണ്ടും എൻ്റെ ആ പഴയ രീതിയിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളെല്ലാം തിരിച്ചു വന്നു എന്ന് മനസ്സിലാക്കുകയാണ്. പിന്നെ അവിടെ ഒരു പെട്ടെന്ന് തന്നെ അവർക്കൊരു ഗസ്റ്റ് വരികയാണെന്ന് പറയണം. അങ്ങനെ ആ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവുകയാണ്. അപ്പോൾ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് PB ഷെല്ലിയാണ് എന്നുള്ളത് കേട്ടോ. അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഇവർ എന്താണ് ലിറ്റററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണല്ലോ. അപ്പോൾ ലൈബ്രറി വിസിറ്റ് ചെയ്യാനെന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ PB ഷെല്ലി വരുന്നത് എന്താണ് മേരിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ അവിടുന്ന് കാണുമ്പോൾ മേരി ഭയങ്കരമായിട്ട് ഷോക്കഡ് ആവുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പിന്നെ അവർ ആ ബുക്ക് ഷോപ്പിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഫസ്റ്റ് മാരേജിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ദെൻ ആഫ്റ്റർ എവറി മീറ്റിംഗ് അങ്ങനെ ആ സമയത്ത് അവരുടെ ആ ഒരു ബന്ധം ഗോട്ട് സ്ട്രോങ്ങർ. ദെൻ പെർസി gave a piece of paper with a poem written on it to her and said that it was written only for her. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് പോയമൊക്കെ എഴുതി. അങ്ങനെ മേരി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് ആ പോയം ഒക്കെ പിന്നെ വായിക്കുമ്പോൾ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ മേരിയുടെ ഹാരിറ്റ് എന്ന് പറയുന്ന അവൻ്റെ ഫസ്റ്റത്തെ വൈഫ് അവിടെ അപ്പിയർ ആവാണ് കേട്ടോ. അപ്പോൾ ഹാരിറ്റ് ഇത് എൻ്റെ ഹസ്ബൻഡാണെന്ന് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് മേരിക്ക് അതൊരു ഷോക്കായി മാറുകയാണ്. അങ്ങനെ ഷീ കുഡിൻറ്റ് ബിയർ ദാറ്റ് പെയിൻ. അവൾക്ക് ആ ഒരു വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയധികം ശല്യവുമായിട്ട് അവൾ അറ്റാച്ച്ഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേരിയുടെ സ്റ്റെപ്പ് മദർ ഗോട്ട് ടു നോ വാട്ട് വാസ് ഗോയിങ് ഓൺ ബിറ്റ്വീൻ മേരി ആൻഡ് പെർസി. അങ്ങനെ ക്ലെയർ വഴി സ്റ്റെപ്പ് മദർ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. മേരി പക്ഷേ പിന്നെ അവളുടെ ഫാദറിന് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മേരി അങ്ങനെ കല്യാണം കഴിച്ച് പോകുന്നതിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾ നല്ലൊരു കരിയറിലേക്ക് ലെവലിലേക്ക് എത്തണം എന്നാണ് ഫാദർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മേരി എന്ത് ചെയ്യും, ഷെല്ലിയുടെ കൂടെ ക്ലയറിനെയും കൂട്ടി, അതായത് ക്ലയർ എന്തായാലും എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ക്ലയറും ഉണ്ട്, ക്ലയറിനെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഒളിച്ചോട്ടം നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ പിന്നീട് പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. 6 വീക്ക് ടൂർ, അതിനെക്കുറിച്ചൊരു സ്റ്റോറി തന്നെ എഴുതിയിട്ടുണ്ട്. അവരുടെ 6 വീക്ക് ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവുകയാണ്. ആ സംഭവമാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് തോന്നുന്നൊരു സംഭവം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പേഴ്സിയെ അതായത് ഷെല്ലിയെ കാണാൻ വേണ്ടിയിട്ട് പേഴ്സിയുടെ ഫ്രണ്ടായ തോമസ് ഹോഗ് വരികയാണ്. അങ്ങനെ വന്നിട്ട് ഷെല്ലി അങ്ങനെ അവർക്ക്, അതായത് ഒരാൾ ഫ്രണ്ട് വരുമ്പോൾ നമ്മൾ ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്യുമല്ലോ, അങ്ങനെ ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തു. ബൈ ദ എൻഡ് ഓഫ് ദ ഡിന്നർ മേരി വെരി ടു സ്ലീപ്പ്. അങ്ങനെ മേരി ഉറങ്ങാൻ പോയി. ആ സമയത്ത് ഹോഗ് പേഴ്സിയോട് പറഞ്ഞു എനിക്ക് മേരിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആഫ്റ്റർ ലിസണിങ് ടു ദിസ് പ്രപ്പോസൽ മേരി പേഴ്സി എന്ത് ചെയ്തു, നെക്സ്റ്റ് ഡേ ഹോഗിനെ, അതായത് ഷെല്ലി ഹോഗിനെ എൻകറേജ് ചെയ്യാണ് ചെയ്യുന്നത് മേരിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് ഭയങ്കരമായിട്ട് മേരിക്ക് ഞെട്ടലുണ്ടാക്കി. അപ്പോൾ പിന്നെ മേരി പേഴ്സിയോട് ചോദിക്കുകയാണ്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ടിനെ വാൺ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ പേഴ്സി പറഞ്ഞ മറുപടിയാണ് ദാറ്റ് ഷി വാസ് എ ഹിപ്പോക്രൈറ്റ്
ലൈക്ക് ഹർ ഫാദറിനെ പോലെ തന്നെ ഒരു കാപഢ്യമുണ്ട് നിനക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം ഭാര്യയെ മറ്റൊരാൾ കൂടി സ്നേഹിക്കുന്നതിന് അയാൾക്കൊരു വിഷയം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഷീ ഫൗണ്ട് റെഫ്യൂജ് ഇൻ അപ്പോൾ അത് മേരിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. പിന്നെ മേരിയും ഷെല്ലിയും തമ്മിൽ ഒരുപാട് ക്ലാഷുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവൾ ഷെല്ലിയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നത് കൊണ്ട് തന്നെ അവളുടെ പിന്നെ റൈറ്റിങ്ങിലും സ്റ്റോറീസിലും ഒക്കെ സമാധാനം കണ്ടെത്തി അവൻ്റെ കൂടെ തന്നെ അങ്ങനെ ഡിവോട്ടഡായി ജീവിച്ചു പോലെയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എങ്ങനെയാണ് മേരിക്ക് ഒരു ഐഡിയ കിട്ടിയത് ഇങ്ങനെ ഒരു നോവൽ എഴുതാൻ. ഫ്രാങ്ക്സ്റ്റീൻ എന്ന നോവൽ ഒരു സയൻസ് ഫിക്ഷൻ നോവലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത് എന്നുള്ള ആ ഒരു ഏരിയയിലേക്കാണ് ഇനി കടക്കുന്നത്. അതായത് ക്ലെയറും അതേപോലെ നമ്മുടെ മേരിയൊക്കെ ഒരു ദിവസം പുറത്ത് നടക്കുമ്പോൾ ലോർഡ് ബൈരൺ എന്ന് പറയുന്ന പോയറ്റ്, നമ്മൾ ലോർഡ് ബൈരൻ്റെ പോയംസ് ഒക്കെ അതിൽ പഠിക്കുന്നുണ്ട്, അദ്ദേഹം കണ്ടെത്തിമുട്ടുന്നു. അതേപോലെ മിസ്റ്റർ ബ്രിസിസൺ എന്ന് പറഞ്ഞൊരു ഗാൽവനൈസറും കൂടി അവരുടെ ഒരു ഈവനിങ്ങിൽ അവർ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഈ ഗാൽവനൈസർ അദ്ദേഹം പിന്നെ അവിടെ ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട്. അതായത് ഫൈനൽ ഡെമോൺസ്ട്രേഷൻ ഓൺ ദാറ്റ് ഈവനിങ് ആൻഡ് ഹി ഡിസ്പ്ലേഡ് ദ പ്രോസസ് ഓഫ് മസ്കുലർ സ്റ്റിമുലേഷൻ ബൈ ഇലക്ട്രിക്കൽ മീൻ. ഒരു ഇലക്ട്രിസിറ്റി വെച്ചിട്ട് ഇലക്ട്രിക് തരംഗങ്ങൾ വെച്ചിട്ട് ഒരു മസിൽസിന് ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം കണ്ടെത്തുകയാണ്. അപ്പോൾ ഹി യൂസ്ഡ് അങ്ങനെ ഗാൽവനൈസിങ് മെഷീൻ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ഇലക്ട്രിസിറ്റി. അങ്ങനെ ഒരു ഡെഡ് ഫ്രോഗിലേക്ക് ആ ഒരു ഇലക്ട്രിസിറ്റി അദ്ദേഹം പാസ് ചെയ്യുകയും അങ്ങനെ പിന്നെ അപ്പോൾ ആ ഒരു ജീവൻ വെക്കുന്ന പോലെയുള്ള ഒരു അനക്കം ആ ഒരു ഫ്രോഗിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് മേരിക്ക് ഭയങ്കര സർപ്രൈസ് ഉണ്ടാക്കുകയാണ്. ഓൺ ദാറ്റ് സെയിം ഈവനിങ് ലോർഡ് ബൈരൺ ആൻഡ് ക്ലെയർ മീറ്റ് ആൻഡ് ഡെവലപ്ഡ് എ റിലേഷൻഷിപ്പ്. അതായത് ക്ലെയറും ലോർഡ് ബൈറണും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും അവിടെ ഡെവലപ്പ് ചെയ്യാണ്. അങ്ങനെ മേരി ഒരു ബേബി ഗേളിന് ജന്മം നൽകുകയാണ്. അത് 2 മാസം മുമ്പ് തന്നെ പ്രസവം വന്നുകൊണ്ട് തന്നെ ആ കുട്ടി മരിക്കുകയാണ്. ഫസ്റ്റത്തെ ഗേൾ മരിച്ചു. പിന്നെ രണ്ടാമതൊരു മോന് ജന്മം നൽകുകയാണ്. വില്യം ഷെല്ലി എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ആ സമയത്ത് തന്നെ ലോർഡ് ബൈറണും ക്ലെയറിനും കൂടി ഒരു കുഞ്ഞുണ്ടായി. അങ്ങനെ അവർ ഒരുമിച്ച് ജനീവയിലേക്ക് അങ്ങനെ താമസം മാറുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് ഡോക്ടർ പോളിഡോരി എന്ന് പറഞ്ഞ ഫിസിഷ്യനെ അവർ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം സംസാരിക്കുമ്പോഴും പിന്നെ ഈ ഗാൽവനിസം എന്ന ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുകയും അത് ഹ്യൂമൻ കോർപ്സിൽ നമുക്കത് അപ്ലൈ ചെയ്യാം എന്ന് അവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഫ്രാങ്ക്സ്റ്റീൻ എഴുതാനൊരു സീഡായിട്ട് മേരിയുടെ മൈൻഡിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഗോസ്റ്റ് സ്റ്റോറി എല്ലാവരും എഴുതണം എന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ വെക്കുകയും ബൈറൺ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടി ഈ ഒരു ഗോസ്റ്റ് സ്റ്റോറി എഴുതൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു മേരിക്കൊരു സ്റ്റിമുലേഷൻ വരികയും അവർ എഴുതാൻ തുടങ്ങുകയും ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. 1816 എഴുതാൻ തുടങ്ങി. അങ്ങനെ പക്ഷെ ആ സമയത്ത് ഫാനി എന്ന് പറയുന്ന നമ്മുടെ മേരിയുടെ സ്റ്റെപ്പ് സിസ്റ്റർ, അതായത് മേരിയുടെ അമ്മയുടെ ആദ്യത്തെ മോളുണ്ടായിരുന്നല്ലോ ഫാനി ഓവർഡോസ് ഗുളികകൾ കഴിച്ച് ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ പേഴ്സിയുടെ ഫസ്റ്റ് ലീഗൽ വൈഫ് ഹാരിറ്റും അതേപോലെ ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. അതും എങ്ങനെയാണ്? സൂയിസൈഡ് ബൈ ഡ്രോണിങ് ആണ്. അതായത് മുങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് മുങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ഹസ്ബൻഡിന് വേറൊരു റിലേഷൻ ഉണ്ടായത് സഹിക്കാൻ പറ്റാതെയാണ് അവരങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓൺ ഹിയറിംഗ് ദാറ്റ് ന്യൂസ് അങ്ങനെ പേഴ്സിയും മേരിയും ഭയങ്കരമായിട്ട് ഷോക്ക് ആവുകയാണ്. അതവരെ ഭയങ്കരധികം ഡിസ്റ്റർബഡ് ആക്കുകയാണ്. പേഴ്സി ആൻഡ് മേരി ഗോട്ട് അതിന് ശേഷമാണ് പേഴ്സിയും അതായത് ലീഗൽ വൈഫ് ഇപ്പോഴും അവരായിരുന്നു. അപ്പോൾ അവർ മരിച്ചപ്പോൾ പേഴ്സിയും മേരിയും തമ്മിൽ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മാർലോ എന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ക്ലെയറ് ഗേൾ ചൈൽഡിനാണ് ജന്മം കൊടുത്തത്. പേര് അലെഗ്ര എന്നാണ്.
ബൈരൻ പിന്നെ ക്ലെയറിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവുകയാണ്. അവർക്ക് പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ എന്നിട്ട് പിന്നെ മോളെ മാത്രം സംരക്ഷിക്കുന്ന ലെവലിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഷെല്ലിയാണെങ്കിലും അത്ര വെടിപ്പൊന്നല്ല, അത് മേരിക്കും അറിയില്ല അല്ലേ, ഒരുപാട് തെറ്റുകൾ അങ്ങനെ അയാൾക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്ലയറിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം കൂടി ആയപ്പോൾ മേരിക്ക് മനസ്സിലായി അമ്മയുടെ വർക്ക്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അമ്മ വുമൺ റൈറ്റിനെ കുറിച്ച് എന്തുമാത്രം സംസാരിച്ചിരുന്നു എന്നും അത് എത്രത്തോളം അവർക്കൊക്കെ എന്താണ് എസെൻഷ്യലാണ് എന്നുള്ളത് ആ ഒരു സമയത്ത് മേരി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വുമൺസ് ലിബറേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നീട് കുറച്ച് കാലം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അനദർ ഗേൾ ചൈൽഡിന് കൂടി അവർ ജന്മം നൽകി. അങ്ങനെ ഹാവിങ് ജസ്റ്റ് 1 month ഡെഡ് ഓഫ് ഫീവർ, അതും മരിച്ചു. അങ്ങനെ 3 കുട്ടികളെ നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ അവസാനം ഒരു മോൻ മാത്രമാണ് ഉണ്ടാവുന്നത്. ബാക്കി എല്ലാവരെയും അവർക്ക് നഷ്ടപ്പെടുകയാണ്. ലോസ്റ്റ് വില്യം ഷെല്ലിനെയൊക്കെ എല്ലാവരും നഷ്ടപ്പെട്ടു. മലേറിയ കാരണം 2ാമത്തെ കുട്ടീനെ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു ഇമോഷണൽ ആംഗ്വിഷ് ആൻഡ് സ്ട്രെസ് ഷീ കണ്ടിന്യൂ ടു റൈറ്റ് ദാറ്റ് ഹോൾ നോവൽ. മേരിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ആങ്സൈറ്റിയും കയറി കഴിഞ്ഞാൽ പിന്നെ നോവൽ എഴുത്താണ് അവരുടെ ഒരു റെഫ്യൂജി, അവരുടെ ഒരു പിന്നെ എന്താ പറയുക അഭയം എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. ഫ്രാങ്ക്സ്റ്റീനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അവിടെയാണ് അതിലും വലിയ ട്വിസ്റ്റ് കിടക്കുന്നുണ്ടോ. ആ ഒരു അത്രയും നല്ല ഒരു നോവൽ എഴുതിയിട്ട് അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് പബ്ലിഷേഴ്സിനെ അവർ സമീപിക്കുന്നുണ്ട്. പക്ഷെ ആരും അതിന് തയ്യാറാവുന്നില്ല. ദെൻ അവർ അവളെ ഇഗ്നോർ ചെയ്യുകയും ഇൻസൾട്ട് ചെയ്യുകയും പറഞ്ഞു. അവൾ ജസ്റ്റ് വുമൺ ആയതുകൊണ്ടാണ്. ഇത്രയും വലിയൊരു നല്ലൊരു സ്റ്റോറി എങ്ങനെയാണ് ഈ വുമണിന് എഴുതാൻ കഴിഞ്ഞത്? അപ്പോൾ അവിടെയും അവിടെ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു വുമൺ അത്ര നല്ല റൈറ്റർ ചെയ്തത് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാവാത്ത ഒരു സമൂഹമാണ് അന്നുണ്ടായിരുന്നത് കേട്ടെ. അപ്പോൾ ഇൻസൾട്ടഡ് ഹർ. ദെൻ they felt this novel might be a work of her husband എഴുതിയതായിരിക്കാം എന്ന് വരെ അവർ പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പേഴ്സി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോവൽ അങ്ങനെ ആരാണ് എഴുതിയതെന്നുള്ള രീതിയിൽ, അതായത് പേര് വെക്കാതെ അതൊന്ന് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് അവൾ തിരിച്ചു വരികയും ആ ഒരു പ്രശ്നം പേഴ്സിയോട് സംസാരിച്ചപ്പോൾ പേഴ്സി അതായത് ശരി മറ്റൊരു രീതിയിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അവളോട് എംപതൈസ് ചെയ്യുന്നതിന് പകരം അയാൾ വിത്തൗട്ട് ഷോയിങ് എനി ഇമ്മീഡിയറ്റ് കൺസേൺ മോണോട്ടോണസ്ലി റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് റിലേറ്റഡ് അബൌട്ട് ദ ആ ഒരു പബ്ലിക്കേഷൻ നല്ലതാണെന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഒരു എന്താ പറയുക തൻ്റെ വൈഫ് അത്രയും നല്ല ഒരു വർക്ക് എഴുതിയിട്ട് അത് സ്വന്തം പേര് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കൺസേൺ അയാൾ കാണിച്ചില്ല എന്നാണ് പറഞ്ഞത്. അത് മേരിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് അവർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ മേരിയോട് ഒറ്റക്കായി കുറച്ച് കാലം എന്നാണ് പറയുന്നത്. അങ്ങനെ ഫ്രാങ്ക്സ്റ്റീൻ പബ്ലിഷ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഫെയിം ഓൾ ഓവർ ദ വേൾഡ് എത്തിക്കഴിഞ്ഞു. മോസ്റ്റ് ഓഫ് ദ റീഡിംഗ് പബ്ലിക് സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് ദിസ് നോവൽ മസ്റ്റ് ഹാവ് ബീൻ റിട്ടൺ ബൈ പേഴ്സി തന്നെയാണ് ഇത് എഴുതിയതെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. അങ്ങനെ പിന്നെ ഫ്രാങ്ക്സ്റ്റീൻ ഒരു ഡ്രെഡ്ഫുൾ നോവലാണ് എന്ന രീതിയിൽ ഇന്നും അത് വളരെ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത് അതിൻ്റെ ആ ഒരു തീമും. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് ക്രാഷിൽ പേഴ്സി മരിച്ചു എന്ന വിവരമാണ് കിട്ടിയത്. അവൾക്ക് വെറും 24 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്, ഓൺലി 24 years. ആ സമയത്ത് ഭയങ്കരമായ ദുഃഖത്തിലേക്ക് അവൾ വീണുപോയി. പിന്നെ അവളുടെ പിന്നീടുള്ള ജീവിതം മൊത്തം ഒരുപാട് പേഴ്സിയുടെ വർക്ക്സുകൾ കംപ്ലീറ്റ് ആക്കി അതിന് വെളിച്ചം കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് കാലം ജീവിച്ചു. പിന്നീട് അവൾ മെയിനായിട്ടുള്ള സ്റ്റോറീസാണ് ഹിസ്റ്ററി ഓഫ് 6 weeks ടൂർ, അതേപോലെ മെറ്റിൽഡ, അതേപോലെ മിത്തോളജിക്കൽ ഡ്രാമ, ഇതെല്ലാം അവരുടെ സ്റ്റോറീസാണ്. പിന്നെ കുറേ കാലം, അതായത് ഭർത്താവൊക്കെ മരിച്ച് അവൾ ഒരു നടക്കാൻ പോകുന്ന സമയത്ത് ഫാദറിൻ്റെ ഒരു പബ്ലിഷിംഗ് ഫേമിൽ കയറുകയും അവിടെ മേരി പിന്നെ
ഫാദർ അവിടെ പബ്ലിഷ് ചെയ്ത് അവളുടെ ഫ്രാങ്ക്സ്റ്റീൻ എന്ന ബുക്ക് കാണുകയും ആ ഫ്രാങ്ക്സ്റ്റീൻ്റെ താഴെ മേരി ഷെല്ലി എന്ന അവളുടെ പേര് കണ്ടിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഓവർവെൽമിങ് എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ആ ഒരു എന്താ പറയുക 1816 ഒക്കെ എഴുതിയ ആ ഒരു ബുക്ക് പക്ഷേ 1824-25 കാലഘട്ടത്തിലൊക്കെയാണ് സ്വന്തം പേരിലുള്ള എഡിഷൻസ് വരുന്നത് കേട്ടോ. അങ്ങനെ പേഴ്സിയുടെ പിന്നീട് പേഴ്സിയുടെ പോയംസ് എല്ലാം അവൾ കൂടുതൽ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ മേരിയുടെ ഫാദർ 1836 മരിച്ചു. പിന്നെ അപ്പം അങ്ങനെ അമ്മയായ വോൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ ഗ്രേവ് യാർഡ് ഉണ്ടായിരുന്നത്. പിന്നെ ഷീ അണ്ടർവെൻറ്റ് സിവർ ഇൽനെസ്. അങ്ങനെ പിന്നീട് അവൾക്കൊരു മകനുണ്ടായി, പേഴ്സി ഫ്ലോറൻസ്. ആ മകന് പ്രായമാവുകയും കല്യാണം കഴിക്കുകയും കുഞ്ഞുണ്ടാവുകയൊക്കെ ചെയ്തു. അതൊക്കെ കാണാൻ മേരിക്ക് ഭാഗ്യമുണ്ടായിട്ടോ. പക്ഷേ പിന്നീട് അപ്പത്തിന് ഭയങ്കരമായിട്ടുള്ള രോഗങ്ങളിലൂടെ സ്ട്രെസ്സും സ്ട്രെയിനും കാരണം ഒത്തിരി രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ബ്രെയിൻ ട്യൂമറൊക്കെ കാരണമാണ് അവസാനം നമ്മുടെ മേരി ഷെല്ലി മരിക്കുന്നത്. അങ്ങനെ അവരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ അടുത്ത് തന്നെയാണ് അവർ ഗ്രേവ് യാർഡ് ഉണ്ടാകുന്നത്. മകനാൽ അടക്കപ്പെട്ടു. പേഴ്സി ഫ്ലോറൻസും വൈഫായ ജെയിനും പിന്നെ ഒരു വർഷത്തിന് ശേഷം ഒരു മേരിയുടെ ഒരു വർക്ക് ഡെസ്കിൻ്റെ മുകളിൽ ഒരു ബോക്സ് കണ്ടു. ആ ബോക്സ് നോക്കിയപ്പോൾ അവിടെ മരിച്ചു പോയ മക്കളുടെ എല്ലാം മുടി ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ് ചെയ്യുന്നത് ഈ മോൻ, പേഴ്സി ഫ്ലോറൻസ് എന്ന് പറയുന്ന മോൻ കേട്ടോ. കാരണം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു അമ്മയാണ് തനിക്ക് ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ അയാൾ ഭയങ്കര പ്രൗഡായിരുന്നു. പിന്നെ കാരണം 24 വയസ്സ് വരെയാണ് ഹസ്ബൻഡിൻ്റെ കൂടെ, 8 വർഷമാണ് ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിച്ചത്. അതിൽ തന്നെ 3 മക്കൾ മരിച്ചു, ഒരു മകൻ മാത്രമാണ് ഉണ്ടായത്. പിന്നെ അതും 16 to 24 വയസ്സ് വരെയാണ് അവർ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിച്ചത്. പിന്നീടുള്ള ലൈഫ് മൊത്തം അവർ ഒറ്റക്കാണ് ജീവിച്ചത്. ഒരുപാട് ട്രോമാസിലൂടെ കടന്നു പോയാലും അതിനൊക്കെ ഫേസ് ചെയ്യുകയും ആ ട്രോമകളെയൊക്കെ അവരുടെ ഗോൾസിനെ നശിപ്പിക്കാൻ അവരൊരിക്കലും സമ്മതിച്ചിട്ടില്ല. അതിനൊക്കെ മറികടന്ന് സ്റ്റെപ്പ് മദറിൻ്റെ പെരുമാറ്റമാണെങ്കിലും മക്കളുടെ മരണമാണെങ്കിലും പേഴ്സിയിൽ നിന്നുണ്ടായ നെഗറ്റീവ് അനുഭവങ്ങളാണെങ്കിലും അതിനൊക്കെ അവർ മറികടന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പറയുന്നത് ലൈഫ് ആൾവേസ് ഡിമാൻഡ്സ് പെയിൻ മേക്സ് അസ് സ്ട്രോങ് എന്നാണ്. ലൈക്ക് ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ്സ് ദാറ്റ് ഹോൾഡ് ദ സോയിൽ. Everyone teaches to be tough, but no one teach us to accept our vulnerabilities also. അല്ലേ, എല്ലാവരും നമ്മൾ സ്ട്രോങ് ആവുമെന്ന് പറയും. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ വീക്ക് സൈഡ്, നമ്മുടെ വൾനറബിലിറ്റീസ് സൈഡ് കൂടി നമുക്ക് ആക്സെപ്റ്റ് ചെയ്തുകൂടാ? അതിനെക്കുറിച്ച് ആരെന്താണ് സംസാരിക്കാത്തത്? അതും കൂടി കൂടിയതാണ് നമ്മൾ. അതും കൂടി ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്ട്രോങ് വേർഷൻ എന്താണെന്നുള്ളത് കണ്ടെത്താൻ കഴിയുകയും അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്നത്. അപ്പോൾ there is something at work in my soul which I do not understand എന്ന് മേരി ഷെല്ലി എപ്പോൾ ഫ്രാങ്ക്സ്റ്റീൻ ഓർ ദ മോഡേൺ പ്രൊമത്തിയസ് എന്ന ഒരു നോവലിൽ പറയുന്നുണ്ട്. ഇതാണ് മേരി ഷെല്ലിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ മേരി ഷെല്ലിയുടെ സ്റ്റോറി തന്നെയാണ് അവരെ അത്രയും അവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഹെർ എക്സ്പീരിയൻസ് മേക്സ് ഹെർ എന്താ പറയുക ഗ്രേറ്റ് എന്ന് പറയാം. ഓക്കെ.